ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു റവ കൊണ്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റവ ഉണ്ണിയപ്പം. ഇപ്പോൾ ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്കൊരു 24 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. റവ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 240 ml ഒരു കപ്പ് റവ. പിന്നെ അര കപ്പ് ശർക്കര പൊടി ഉണ്ടാകും, അത് പൊടിച്ച് ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ കേട്ടോ, അതുകൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങാക്കൊത്ത് അതുകൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചിങ്ങമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പച്ചച്ചിങ്ങൻ. അത് പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്ത പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കട്ടിയായി പോകുന്നെങ്കിൽ ഇനി ശർക്കര വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. നമുക്കിത് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കാനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വരുന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് റെഡിയായി വരട്ടെ. അപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡിയായെന്ന് തോന്നുന്നു, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ, സോഫ്റ്റ് ഉണ്ണിയപ്പം. അടുത്ത സൈഡ് ഒന്ന് റെഡിയായി വരട്ടെ. നമ്മുടെ അടുത്ത സൈഡ് റെഡിയായി നോക്കാം.
ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. ഈ ബാക്കി മാവും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 2 ട്രിപ്പ് ഒഴിക്കാനുള്ള 24 ഉണ്ണിയപ്പത്തിനുള്ള മാവുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് റെഡിയായി വരട്ടെ. ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും, അകമേ നല്ല സോഫ്റ്റാണ് കേട്ടോ. സോഫ്റ്റും ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. ചൂടുണ്ട് നല്ല. കണ്ടോ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.